നമസ്കാരം. ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെറ്റ് തിയറി അഥവാ ഗണങ്ങൾ ആൻഡ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നീ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് വരുന്നത്. അപ്പം നമ്മുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോന്നായി തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ABCDU അങ്ങനെ ഇത്രയും സെറ്റുകൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് താഴെ പറയുന്നവ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ. ഞാനിപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് മാനറിലല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് അറിയാൻ തക്കവണ്ണമുള്ള ചോദ്യ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ക്ലാസ് വേണമെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്സിൻ്റെ ആൻസർ മാത്രം മാർക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സെറ്റ് എയും ബിയും സിയും ഡിയും ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് യുവും നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 8 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. ആദ്യത്തെ എന്താണ്? എ യൂണിയൻ ബി. സിമ്പിളായിട്ട് എന്തായിരുന്നു യൂണിയൻ എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ യോഗം കണ്ടുപിടിക്കണം. എയിലും ബിയിലും എലമെന്റ്സ് എന്ത് ചെയ്താൽ മതി? എടുത്തെഴുതിയാൽ മതി അല്ലേ? എയിലുള്ള എലമെന്റും ആവണം, എയിലുള്ള എലമെന്റ്സിന്റെയും ബിയിലുള്ള എലമെന്റ്സിന്റെയും കൂടി യൂണിയൻ. അപ്പോൾ 1 2 3 4 പിന്നെ എന്ത് വരും? 3ഉം 4ഉം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. 5ഉം കൂടെ എടുത്തെഴുതിയാൽ മതി. 1 2 3 4 എയിലെ എലമെന്റ്സ് ആയി. ബിയിൽ പിന്നെ 3 4 5 3 4 റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് എഴുതണ്ട 5. ഇതാണ് എന്ത്? എ യൂണിയൻ ബി. അടുത്തത് എന്താ? എ ഇന്റർസെക്ഷൻ ബി. അതായത് എയിലും ബിയിലും പൊതുവായിട്ട് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതാണ്? 3 4 3,4. അടുത്തത് എന്താണ്? എ ഇന്റർസെക്ഷൻ ഡി. എയിലും ഡിയിലും കോമൺ ആയിട്ട് വരുന്നത് 1 2 3 4 6 7 8 5. ഏതിനെങ്കിലും നമ്പർ ഇവിടെ കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അതെന്താണ്? ഒന്നുമില്ലാത്തത് എന്താണ്? നൾ സെറ്റ് 5. ഇതിപ്പോൾ ഇതൊക്കെ ഓപ്ഷനിൽ ഇങ്ങനെ ആൻസർ ഉണ്ടാവുക ചെയ്യാം. നമ്മൾ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത എന്താണ്? എ യൂണിയൻ സി ഇന്റർസെക്ഷൻ ഡി. അപ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കണം? എ യൂണിയൻ സി. എ യൂണിയൻ സി ഇവിടെ ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എ യൂണിയൻ സി കണ്ടുപിടിക്കണം. എൻ്റെയും സിൻ്റെയും കൂടി യൂണിയൻ. എയിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട് എന്ന് ആദ്യം എടുത്തെഴുതാം. 1 2 3 4 ഉണ്ട്. സി അല്ലേ? എ യൂണിയൻ സി. 3 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേണ്ട. പിന്നെ എന്തുണ്ട്? 5 6 7 ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ 5 6 7 6 7 എ യൂണിയൻ സി ആണ് ഇപ്പം നമ്മൾ എഴുതിയത്. ഇന്റർസെക്ഷൻ ഡി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ്? ഡി എന്ന ഈ സെറ്റും ഡി എന്ന സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. ഇവിടെ 1 2 3 4 5 6 7 അതായത് കോമൺ ആയിട്ടുള്ള എലമെന്റ്. ഇവിടെ എന്താണുള്ളത്? 6 7 8 9. ഇവിടെ എന്താ ഉണ്ട്? 6 7 എന്ന് പറയുന്ന രണ്ട് നമ്പർ ഇവിടെ കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാ? 6,7. ഇവിടെ എ യൂണിയൻ സി ഇന്റർസെക്ഷൻ ഡി. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ എപ്പോഴും ആദ്യം ചെയ്യാൻ ശ്രദ്ധിക്കാം. അടുത്തത് എന്താണ്? അതേമാതിരി തന്നെ ഉള്ളതാണ് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. ഇവിടെ രണ്ട് ഓപ്പറേഷൻസും വന്നു. ഇവിടെ സെയിം ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? എ ഇന്റർസെക്ഷൻ നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുകയാണെങ്കിൽ സി ഇന്റർസെക്ഷൻ ഡി നോക്കാം. കോമൺ ആയിട്ട് വരുന്നത് ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ എന്താണ്? 6 7 ആണ് ഇന്റർസെക്ഷൻ വരുന്നത്. 6,7. എയിലോ 1 2 3 4 ആണ്. 1 2 3 4ഉം 6 7ഉം നോക്കിയാൽ ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ലല്ലോ. അപ്പൊ ആൻസർ എന്താണ്? 5 ആണ്. അടുത്തത് എന്താണ്? എ യൂണിയൻ സി ഇന്റർസെക്ഷൻ എ യൂണിയൻ ഡി. ഇതോടെയും ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യുക. എന്താണ്? എ യൂണിയൻ സി നോക്കിയാൽ എ ഡിയും സി ഡിയും യൂണിയൻ. എയിലുള്ള എലമെന്റ്സ് 1 2 3 4. സിയിലുള്ള എലമെന്റ്സ് 3 4 ഉണ്ട്. 5 6 7 3 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എഴുതണ്ട. 5 6 7. ഇനിയോ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എ യൂണിയൻ ഡി. എയിൽ എന്തുണ്ട്? 1 2 3 4. ഇനിയോ എ യൂണിയൻ ഡി ആണ്. 4 കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? 6 7 8 9. 6 7 8 9. അപ്പൊ എന്താണ്? ഇന്റർസെക്ഷൻ ആണ്. പൊതുവായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 5 ഇവിടെ ഇല്ല. അപ്പൊ 5 എഴുതണ്ട. പിന്നെ എന്തുണ്ട്? 6 ഉണ്ട്, 7 ഉണ്ട്. 8 9 ഇവിടെ അല്ലാത്തതുകൊണ്ട് കോമൺ അല്ല. അപ്പോൾ ഇതാണ് ആൻസർ വരിക.
അടുത്ത എന്താണ്? എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? യൂണിവേഴ്സൽ സെറ്റ്. അതിനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എയിൽ ഇല്ലാത്തത് അല്ലേ? അപ്പോൾ എ കോംപ്ലിമെന്റ് എ എന്താണ്? 1 2 3 4. ഈ 1 2 3 4 യു എന്ന് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സിന് എടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? 5 6 7 8 9. എ കോംപ്ലിമെന്റ്. അടുത്ത എന്താണ്? സി മൈനസ് ബി. എന്തായിരുന്നു? ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. അതെന്താ വരുന്നത്? സിയിലുള്ളതും ബിയിലില്ലാത്തതും. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചത് അല്ലേ? സിയിലുള്ളതും ബിയിലില്ലാത്തതും. സിയിൽ 3 4 5 6 7 ആണുള്ളത്, ബിയിൽ 3 4 5. സിയിലുള്ളതും ബിയിലില്ലാത്തതും അതേതാണ്? 6 7 അല്ലേ? 3 4 5 ബിയിലുണ്ടല്ലോ. അപ്പൊ 6 7 എന്താണ്? സിയിലേ ഉള്ളൂ, ബിയിലില്ല. അപ്പൊ എന്താണ് ഇവിടെ? 6,7. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. HSA ആൻഡ് KTET ഓൺലൈൻ തീവ്ര പരിശീലനം. പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, psychology and pedagogy, Renaissance and GK, and English or Malayalam. APTIGS Academy, Mukkam.